പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫോക്കസ് പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ എന്താണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ നോക്കാം. NCERT ടെക്സ്റ്റിൽ കുറച്ച് ലെങ്തി ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫോക്കസ് പോയിൻ്റ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം എന്താണ് തെർമോഡൈനാമിക്സ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ചില റിയാക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസിൽ ഇപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം. മീതെയിൻ ഈ മീതെയിൻ കത്തുമ്പോൾ CH4+O2 ഇത് ഓക്സിജൻ ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ 2H2O എന്ന് വരും? ഇതിന് വേണ്ടിയിട്ടാണോ മീതെയിൻ കത്തിക്കുന്നത്? അല്ല, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വാഹനത്തിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ബേൺ ചെയ്യുമ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇതേപോലെ നമ്മളെ ബാറ്ററിയിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിതേപോലെ ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും, മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ 2Mg+O2. ചെറിയ ക്ലാസ്സിൽ മഗ്നീഷ്യം റിബൺ ഇങ്ങനെ സിമെൻറ്റിലൊക്കെ തറയിലൊക്കെ ഒരതിയിട്ട് നല്ല രൂപത്തിലാക്കിയിട്ട് അതിനെ കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും 2MgO. ഇതിനു വേണ്ടിയാണോ കത്തിക്കുന്നത്? അല്ല, അന്നേരം അവിടെ ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള എനർജി ചേഞ്ചസ് അത് ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപമാക്കി മാറ്റാനൊക്കെ പറ്റും. ഈ എനർജി ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മളെവിടെ പഠിക്കുന്നത്? തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത് എനർജി ചേഞ്ചസിൻ്റെ റിയാക്ഷൻ, കാര്യമായിട്ട് തെർമൽ എനർജി, ഹീറ്റ് എനർജിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഇതാണ് തെർമോഡൈനാമിക്സ്. ഇനി തെർമോഡൈനാമിക്സിൽ കുറേ ബേസിക് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് അത് പഠിക്കാനുള്ളത്? ഒന്ന്, സിസ്റ്റം. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കൂ, നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് റിയാക്റ്റൻസ് എടുക്കുന്നു. നമ്മൾ സോഡിയം ക്ലോറൈഡും അല്ലെങ്കിൽ NaOH HCl ഒക്കെ എടുത്തിട്ട് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇതാണ് സിസ്റ്റം. ഈ ബീക്കറും അതിനുള്ള സാധനങ്ങളുമാണ് സിസ്റ്റം. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ടെസ്റ്റ് ട്യൂബും അതിലുള്ള സബ്സ്റ്റൻസും ആണ് നമ്മളെ സിസ്റ്റം. എന്താ ഇപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ഓഫ് യൂണിവേഴ്സ് സെലക്റ്റഡ് ഫോർ അവർ സ്റ്റഡി പർപ്പസ്. നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മൾ പഠന വിധേയമാക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് സിസ്റ്റം. അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ഓഫ് യൂണിവേഴ്സ് സെലക്റ്റഡ് ഫോർ അവർ സ്റ്റഡി പർപ്പസ്. ഓക്കെ, അപ്പോൾ അതിനപ്പുറത്തുള്ളതൊക്കെ എന്താണ്? പ്രപഞ്ചത്തിൽ അതിനപ്പുറത്തുള്ളതിനൊക്കെ നമ്മൾ പറയുന്ന പേര് സറൗണ്ടിങ് എന്നാണ്. എന്താ പേരെന്താണ്? സറൗണ്ടിങ്. അപ്പോൾ എന്താ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ഓഫ് യൂണിവേഴ്സിൽ സിസ്റ്റം അല്ലാത്ത അതർ ദാൻ സിസ്റ്റം, അതിനൊക്കെ പറയുന്ന പേരാണ് സറൗണ്ടിങ്. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? യൂണിവേഴ്സ് ആയിട്ട് മാറും. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് എന്താണ്? യൂണിവേഴ്സ്. ക്ലിയർ ആണോ? ഇനി ഈ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ബൗണ്ടറി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ റിയാക്ഷൻ്റെ കേസിൽ ഇവിടെ നമ്മൾ റിയാക്റ്റൻസ് ഉണ്ട്. ഈ ബീക്കറിൻ്റെ വാളാണ് ഇവിടുത്തെ ബൗണ്ടറി. ആ ബൗണ്ടറി ചിലപ്പോൾ ഇതേപോലെ കാണാൻ പറ്റും, ചിലപ്പോൾ ഇമാജിനറി ബൗണ്ടറി ആയിരിക്കും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ഇത് പഠിച്ചേക്ക്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? പാർട്ട് ഓഫ് യൂണിവേഴ്സ് സെലക്റ്റഡ് ഫോർ അവർ സ്റ്റഡി പർപ്പസ്. അതാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അതർ ദാൻ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. ഇനി സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് നമ്മൾ പറയുന്ന പേരെന്താണ്? യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സിസ്റ്റം ആണ്. സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഒന്നാമത്തത് ഓപ്പൺ സിസ്റ്റം എന്നാണ്. എന്താണ് ഈ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു ബീക്കറിൽ ഒരു ഗ്ലാസ്സിൽ ഹോട്ട് വാട്ടർ എടുത്തു വെക്കുന്നു. ഹോട്ട് വാട്ടർ നിങ്ങളത് കുറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുക? അവിടെ നോക്കൂ, കുറച്ച് കഴിഞ്ഞാൽ കാണാം ഈ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് പോകില്ലടാ, നീരാവിയായിട്ട് പുറത്തേക്ക് പോകും. അതേപോലെ ഇതിൻ്റെ ചൂട് ഇങ്ങനെ പുറത്തേക്ക് കൊടുത്തിട്ട്, ഹീറ്റ് പുറത്തേക്ക് കൊടുത്തിട്ട് അത് തണുത്ത് വരും ചെയ്യും. അപ്പം നമുക്ക് എന്തൊക്കെയാ പറയാൻ പറ്റും? ഇവിടെ എന്തൊക്കെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്? മാറ്റർ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, മാറ്റർ. അതേപോലെ എനർജിയും ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, എനർജി. അപ്പം എന്തൊക്കെയാണ് ഇവിടെ ട്രാൻസ്ഫർ? ഇപ്പം നമ്മൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ ഈ ഓക്കെ ഗ്ലാസ്സിലുള്ള വെള്ളം പുറത്ത് വെക്കുകയാണെങ്കിൽ പൊടിപടലങ്ങളൊക്കെ അതിലേക്ക് വീഴാൻ സാധ്യത ഉണ്ട്. ഇനി പുറത്താണ് ടെമ്പറേച്ചർ കൂടുതലെങ്കിൽ ഇതിന്ന് ഹീറ്റ് ഇങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ട് സറൗണ്ടിങ് എന്ന്. അപ്പോൾ ഈ സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കും. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താ? ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് മാറ്റർ ആൻഡ് എനർജി വിത്ത് സറൗണ്ടിങ്.
ഓക്കെ, ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് മാറ്റർ ആൻഡ് എനർജി വിത്ത് സറൗണ്ടിങ്. അപ്പൊ അതിന് എക്സാമ്പിൾ എന്താ? ഹോട്ട് വാട്ടർ ഇൻ ആൻ ഓപ്പൺ വെസൽ. ക്ലിയർ അല്ലേ അത്? ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം. എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഹോട്ട് വാട്ടർ ഒരു ക്ലോസ് ചെയ്ത സിസ്റ്റത്തിൽ വെക്കുകയാണ് നമ്മൾ. ഇത് ബോട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കാം? ഇവിടുന്ന് മാറ്റർ പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യൂല, പക്ഷെ എനർജി എക്സ്ചേഞ്ച് ചെയ്യാം. എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. എന്താ ഇപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് സിസ്റ്റം ക്യാൻ എക്സ്ചേഞ്ച് എനർജി വിത്ത് സറൗണ്ടിങ് ബട്ട് നോട്ട് മാറ്റർ വിത്ത് സറൗണ്ടിങ്. ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് മാറ്റർ ബട്ട് നോട്ട് എനർജി വിത്ത് ഇറ്റ് കനോട്ട് എക്സ്ചേഞ്ച് മാറ്റർ ബട്ട് ക്യാൻ എക്സ്ചേഞ്ച് മാറ്റർ വിത്ത് സറൗണ്ടിങ്. എനർജി എക്സ്ചേഞ്ച് ചെയ്യാം, പക്ഷെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. എളുപ്പമല്ലേ അത്? ക്ലോസ്ഡ് സിസ്റ്റം. ഇനി മൂന്നാമത്തെ ഒരു തരം സിസ്റ്റം ഉണ്ട്, അതിനാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് അതെന്താണ്? നമ്മളൊരു പെർഫെക്റ്റ് തെർമോസ് ഫ്ലാസ്കിൽ കുറച്ച് ഹോട്ട് വാട്ടർ എടുക്കുകയാണ്. ഐഡിയൽ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ മാറ്റർ എക്സ്ചേഞ്ച് ഇല്ല, എനർജിയും എക്സ്ചേഞ്ച് ഇല്ല. അപ്പൊ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ ഇത്? എന്താണ് അപ്പോൾ സിസ്റ്റത്തിന്റെ മൂന്ന് തരം സിസ്റ്റം? ഏതാണ്? ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് മാറ്റർ ആൻഡ് എനർജി വിത്ത് സറൗണ്ടിങ്. ഇനി ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി ബട്ട് നോട്ട് മാറ്റർ വിത്ത് സറൗണ്ടിങ്. അതാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് എക്സ്ചേഞ്ച് മാറ്റർ ഓർ എനർജി വിത്ത് സറൗണ്ടിങ്. അതാണ് ഐസൊലേറ്റ്. ഇത് നമ്മൾ എക്സാമ്പിൾ പെർഫെക്റ്റ് തെർമോസ് ഫ്ലാസ്കിൽ ഹോട്ട് വാട്ടർ എടുക്കുകയാണെങ്കിൽ അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. മനസ്സിലായോ? മൂന്ന് തരം സിസ്റ്റം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ക്ലിയർ അല്ലേ ഇത്? ഇനി നോക്കൂട്ടോ, നമ്മൾ ഇപ്പൊ നോക്കൂ, ഞാനൊരു വെസലില് കുറച്ച് ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്യാസിന് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മൾ അതിൻ്റെ വോള്യം പറയാം, അതിൻ്റെ ടെമ്പറേച്ചർ പറയാം, അതിൻ്റെ പ്രഷറൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പ്രഷറൊക്കെ മെഷർ ചെയ്യാം. ഇതിനെ ഞാൻ പറയുന്നു ഒരു സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഒരു സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, വോള്യം 10 ലിറ്റർ, ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 1 ബാർ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് ആണ്, അതിൻ്റെ ഒരു അവസ്ഥയാണ്. ഞാൻ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട് ദെൻ പ്രഷറിൽ മാറ്റം വന്നു, അല്ലെങ്കിൽ വോള്യം എത്രയായി? 11 ലിറ്റർ ആയി. ദെൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ഇതൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഏതെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അപ്പോൾ ഇത് വേറെ സ്റ്റേറ്റ് ആയിട്ട് മാറി. സ്റ്റേറ്റ് 2, ഇത് സ്റ്റേറ്റ് 1. ഒരു മെഷറബിൾ പ്രോപ്പർട്ടീസിനൊക്കെ ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട്. ഇതൊരു സ്റ്റേറ്റ് ആണ്, ഇത് വേറെ സ്റ്റേറ്റ് ആയിട്ട് മാറി. ചിലപ്പോൾ ഒരു വാല്യൂ മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാം ഒക്കെ മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 1 or 2 വാല്യൂ മാറുന്നുണ്ടാവും. ദെൻ ഒരു സ്റ്റേറ്റ് വേറെ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നതിന് നമുക്ക് ഒരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് വിളിക്കാം. എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്? വലിയ കാര്യമൊന്നുമില്ല, വെറുതെ കേട്ടാൽ മതി. ഈ പ്രോസസ്സുകൾ നമുക്ക് പല തരത്തിൽ നമ്മൾ പറയും. ഇവിടെ നോക്ക്, ഒന്ന് ഐസോതെർമൽ പ്രോസസ്സ്. എന്താണ് ഈ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ, ഒരു പ്രോസസ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഐസോതെർമൽ. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു 0, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. എന്താ ഇപ്പൊ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? എന്താ? ദ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഇനി രണ്ടാമത്തത് ഐസോബാറിക് പ്രോസസ്സ്. എന്താ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ? എന്താ അറിയോ? പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ. അവിടെ ഡെൽറ്റ പി ഈക്വൽ ടു 0 ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. ഇനി മൂന്നാമത്തത് ഐസോകോറിക് പ്രോസസ്സ്. എന്താ ഐസോകോറിക് എന്ന് പറഞ്ഞാൽ? എന്താ? ഡെൽറ്റ വി ഈക്വൽ ടു 0, അതായത് വോള്യം കോൺസ്റ്റന്റ് ആകുമ്പോൾ നടക്കുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്സ്. ക്ലിയർ ആണോ ഇത്? എന്താ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ? എന്താ? പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഐസോകോറിക് എന്ന് പറഞ്ഞാലോ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. ഇനി അടുത്ത വേറൊന്നും കൂടി പറയാം, അഡിയബാറ്റിക് പ്രോസസ്സ്. എന്താണ് ഈ അഡിയബാറ്റിക് പ്രോസസ്? ഒരു പ്രോസസ് നടക്കുമ്പോൾ പുറത്തുനിന്ന് ഹീറ്റ് അങ്ങോട്ട് അബ്സോർബ് ചെയ്യൂല, പുറത്തേക്ക് ഹീറ്റ് ലിബറേറ്റ് ചെയ്യൂല. അതായത് ഹീറ്റ് ചേഞ്ചിനെ നമ്മൾ ക്യൂ എന്നാ കൊടുക്കുക. ക്യൂ ഈക്വൽ ടു 0, അതായത് നോ ഹീറ്റ് ചേഞ്ച് വിത്ത് സറൗണ്ടിങ്.
ഹീറ്റ് അബ്സോർബ് ചെയ്യാനും പാടില്ല, ഹീറ്റ് ലിബറേറ്റ് ചെയ്യാനും പാടില്ല. ആ പ്രോസസ്സിനെ പറയുന്ന പേര് അഡിയബാറ്റിക് പ്രോസസ്. അപ്പോൾ ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക് പ്രോസസ്സ്. ഈ പ്രോസസ്സുകളൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ ഹീറ്റ് ചേഞ്ച് 0 ആണ്. പുറത്തായിട്ട് ഹീറ്റ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിന് അഡിയബാറ്റിക് എന്ന് പറയും. ഇനി അടുത്ത വേറൊരു പ്രോസസ്സ് ഉണ്ട്, സൈക്ലിക് പ്രോസസ് എന്ന് വിളിക്കും. സൈക്ലിക്, അതായത് സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റം എ എന്നുള്ളത് ബി ആയി മാറി, ബി സി ആയി മാറി, സി ഡി ആയി മാറി, ഡി പിന്നെയും എ ആയി മാറി. തുടങ്ങിയ അതേ സ്റ്റേറ്റിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്. നമുക്ക് പിന്നീട് പറയാം, സൈക്ലിക് ആയിട്ട് തുടങ്ങിയോടത്ത് തന്നെ എത്തുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് സൈക്ലിക് പ്രോസസ്. അപ്പൊ ശ്രദ്ധിച്ചോ, ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, ഡെഫിനിഷൻ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഐസോതെർമൽ പ്രോസസ്, ഐസോകോറിക്, ഐസോബാറിക്, അഡിയബാറ്റിക്, പിന്നെ സൈക്ലിക് പ്രോസസ്. ക്ലിയർ അല്ലേ ഈ കാര്യങ്ങൾ? ഇത് മനസ്സിലായോ? എളുപ്പമല്ലേ ഇതൊക്കെ മക്കളെ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ ശ്രദ്ധിക്കണേ. എന്താണ് ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നുള്ളത്? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാൻ മനസ്സിലാവുമോ നോക്കൂ. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു 5 നില ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ താഴ്ന്ന് ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ താഴെ ഒരു കല്ല് കിടക്കുന്നുണ്ട്. ഈ കല്ല് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഒരാൾ ഒരു ലെഫ്റ്റിലൂടെ ഇവിടെ വന്ന് വെച്ച് ഈ കല്ല് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. വേറൊരാൾ ഇതേ കല്ല് വേറെ ഏതൊക്കെയോ മലയൊക്കെ കയറിയിട്ട് വേറെ എന്തൊക്കെയോ വഴിയിലൂടെ ഇവിടെ എത്തിച്ചു. ഓക്കെ, കല്ല് എങ്ങനെ അവിടെ എത്തിയാലും കല്ലിന്റെ എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? പക്ഷെ അയാൾ ചെയ്യുന്ന വർക്ക് 2 കേസിലും സെയിം ആണോ? അല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എനർജി എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എനർജി ചേഞ്ച്. അപ്പൊ നമുക്ക് പറയാം അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് വിളിക്കാം, എനർജി. പക്ഷെ അയാൾ ചെയ്യുന്ന വർക്ക് എന്താണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എനർജി ചേഞ്ച് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. നമ്മൾ അതിനെ ഇന്റേണൽ എനർജി എന്നൊക്കെ പറയും. ആ എനർജി നമുക്കതൊക്കെ വരുന്നുണ്ട്, ഇന്റേണൽ എനർജി. പക്ഷെ അയാൾ ചെയ്യുന്ന വർക്ക് എന്താണ്? പാത്ത് ഫംഗ്ഷനാണ്. നമുക്ക് പഠിക്കാനുള്ള അതിൽ 2 പാത്ത് ഫംഗ്ഷനാണ് പഠിക്കാനുള്ളത്, വർക്കും അതേപോലെ ഹീറ്റും. വർക്ക് ആൻഡ് ഹീറ്റ് ആർ എന്താണുള്ളത്? വർക്കും ഹീറ്റ് ചേഞ്ച് ക്യൂ, ഇത് രണ്ടും നമ്മൾ എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് നോട്ട് ഓൺ പാത്ത് ഫോളോഡ്. അതെങ്ങനെ അവിടെ എത്തിയെന്ന് ഡിപ്പെൻഡ് ചെയ്യൂല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഇനീഷ്യലിനെയും ഫൈനലിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. If it depends on the path followed, then that is called path function. അപ്പോൾ 2 തരം ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റേറ്റ് ഫംഗ്ഷനും രണ്ടാമത്തേതാണ് പാത്ത് ഫംഗ്ഷനും. ക്ലിയർ ആണല്ലോ ഈ കൺസെപ്റ്റ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള 2 എണ്ണമാണ്. ഒന്ന് വർക്കും രണ്ടാമത്തേതാണ് ഹീറ്റും. ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻസ്. ക്ലിയർ അല്ലേ ഈ കൺസെപ്റ്റ്? ഓക്കെ മക്കളെ, നമുക്ക് എക്സാമിന് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് എക്സ്റ്റെൻസീവ്. Extensive and intensive properties. Extensive and intensive properties. Properties. Extensive and intensive properties. നോക്കിക്കോട്ടെ, എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു ബീക്കറിൽ വെള്ളമുണ്ട്, ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്. ഇത് 5 ലിറ്റർ വാട്ടർ ഉണ്ട് വിചാരിക്കും, വോള്യം 5 ലിറ്റർ. ഓക്കെ, ഞാനിതിന്ന് കുറച്ച് വെള്ളം ഒരു കപ്പിലെടുത്തിട്ട് വോള്യം നോക്കി. വോള്യം എന്തായിരിക്കും? ഒരു 500 ml ഉണ്ടാവുള്ളൂ. വോള്യം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, ഞാനിതിനെങ്ങനെ 2 ഭാഗമാക്കി മാറ്റി. അപ്പൊ അതിന്റെ വോള്യം സെയിം ആണോ? ആദ്യത്തെ വോള്യം തന്നെയാണോ? ആ ചോദ്യത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നോക്കൂ, നമ്മൾ അതേസമയം ഞാൻ എന്ത് ചെയ്യുന്നു? നേരത്തെ നമ്മൾ ഈ വെള്ളത്തിൽ ഞാനൊരു തെർമോമീറ്റർ മുക്കി. ഈ തെർമോമീറ്റർ മുക്കിയപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് വന്നു തെർമോമീറ്റർ. ഞാൻ അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ തെർമോമീറ്റർ മുക്കി നോക്കി. അതിൻ്റെയും ടെമ്പറേച്ചർ എന്തായിരിക്കും? 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ ടെമ്പറേച്ചർ എന്നുള്ളതിന്റെ പ്രത്യേകത എന്താണ്? അത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. അത് നമ്മൾ പറയുന്ന പേരാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ ടെമ്പറേച്ചർ ഏതാണ്? പറ, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ക്ലിയർ അല്ലടാ കൺസെപ്റ്റ്? ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു
വോള്യം എന്നുള്ളത് ടോട്ടൽ വോള്യം 5 ലിറ്റർ, കുറച്ചെടുത്ത് വോള്യം നോക്കിയാൽ വോള്യം മാറ്റമുണ്ട്. അപ്പൊ വോള്യം ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ് വോള്യം. അപ്പൊ എന്താ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പേര് പറയും? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഓർത്തോ, ഇൻഡിപെൻഡന്റ് IN അവിടെ ഉണ്ട്, അപ്പൊ ഇൻഡിപെൻഡന്റ് മാറിപ്പോല. ഇൻഡിപെൻഡന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാം മാസ്. നിങ്ങൾ പറ മാസ് എന്തായിരിക്കും? ഞാൻ ഇതിന്റെ ടോട്ടൽ മാസ് നോക്കി, ഒരു 5 കിലോ എന്നുണ്ട്, കുറച്ചെടുത്തിട്ട് മാസ് നോക്കി, സെയിം ആണോ മാസ്? അല്ല, മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാസ് എന്താ സാധനം? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മാസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, ശരിയല്ലേ അത്? എന്നാ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ വേറെന്താ നമുക്കുള്ളത്? പ്രഷർ നോക്കുക. പ്രഷർ എങ്ങനെയായിരിക്കും പ്രഷർ ഉണ്ടാവുക? നമ്മളൊരു ബീക്കറിൽ ഗ്യാസ് ഉണ്ട്, ഈ ഗ്യാസിന്റെ പ്രഷർ ടോട്ടൽ പ്രഷർ ആണെങ്കിലും കുറച്ചെടുത്തുന്ന പ്രഷർ ആണെങ്കിലും പ്രഷർ എന്തായിരിക്കും? സെയിം അല്ലേ ഉണ്ടാവുക? ഇവിടെ പ്രഷർ പറയുമ്പോൾ പ്രഷർ ഒക്കെ സെയിം തന്നെയാണുള്ളത്. അപ്പൊ പ്രഷർ എന്നുള്ളത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് പ്രഷർ എന്നുള്ളത്, ഇന്റൻസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി എന്താ സാധനം? ഡെൻസിറ്റി നമുക്കറിയാം, വെള്ളത്തിന്റെ ഡെൻസിറ്റി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോള്യം ആണ്. മാസ് എക്സ്റ്റൻസീവ് ആണ്, വോള്യം എക്സ്റ്റൻസീവ് ആണ്. അപ്പൊ ഡെൻസിറ്റി എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളം ബക്കറ്റിലെടുത്താലും ബീക്കറിലെടുത്താലും ഡെൻസിറ്റി സെയിം അല്ലേ പറയാ? ഇപ്പൊ ഡെൻസിറ്റിക്ക് മാറ്റം വരൂലല്ലോ. ഡെൻസിറ്റി ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്ലിയർ അല്ല? ഒന്നുകൂടി ഞാൻ പറയാം. നമ്പർ ഓഫ് മോളിക്യൂൾ പറ. അപ്പോൾ ഈ ബീക്കറിലെ നമ്പർ ഓഫ് മോളിക്യൂൾ കുറച്ചെടുത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ സെയിം ആണോ? അല്ല. അപ്പോൾ അത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ് നമ്പർ ഓഫ് മോളിക്യൂൾ. പക്ഷെ നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോള്യം കണ്ടാലോ? നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോള്യം കണ്ടാൽ അതെന്തായിരിക്കും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ അത് എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേര് എക്സ്റ്റൻസീവ്. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഏതാ എക്സാമ്പിൾ? വോള്യം, മാസ്, പിന്നെ അതേപോലെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നമുക്കിനി കുറെ പ്രോപ്പർട്ടി വരുന്നുണ്ട് ഇതിൽ, ഒക്കെ അതൊക്കെ പിന്നീട് പറയാം. അതേപോലെ നമ്പർ ഓഫ് മോളിക്യൂൾ, അതൊക്കെ എക്സ്റ്റൻസീവ് ആണ്. പക്ഷെ അതേസമയം ഇന്റൻസീവിന് ഏതൊക്കെ എക്സാമ്പിൾ? ടെമ്പറേച്ചർ, പ്രഷർ, ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോള്യം, അതേപോലെ ഡെൻസിറ്റി, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഇന്റൻസീവ് ആണ്. അപ്പൊ തെർമോഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്. സിസ്റ്റവും സറൗണ്ടിങ് കൂടി കൂടിയാൽ എന്താണ്? യൂണിവേഴ്സ് ആണ്. പിന്നെ തെർമോഡൈനാമിക്സിലെ പ്രോസസ്സ് ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, അഡേബാറ്റിക്, അതേപോലെ സൈക്ലിക് പ്രോസസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. പാത്ത് ഫംഗ്ഷൻ നമ്മളെ 2 എക്സാമ്പിളാണ് പഠിക്കുന്നത്, ഹീറ്റും വർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇതൊക്കെ എക്സാമിന് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിച്ചേക്കുക, എളുപ്പമാണ് ഈ പാർട്ടൊക്കെ. അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഇത് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്ന യു നാട്ടോ, ക്യാപിറ്റൽ യു എന്ന് കൊടുക്കാം. എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാത്തരം എനർജി കൂടി, അത് മെക്കാനിക്കൽ എനർജി ആവാം, ഇലക്ട്രിക്കൽ എനർജി ആവാം, കെമിക്കൽ എനർജി ആവാം, ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാത്തരം എനർജി കൂടി ആഡ് ചെയ്തതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇറ്റ് ഈസ് ദി സം ഓഫ് ഓൾ ടൈപ്സ് ഓഫ് എനർജി പൊസസ്ഡ് ബൈ എ സിസ്റ്റം. ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തരം എനർജി കൂടി ആഡ് ചെയ്തതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ എനർജി. അപ്പം നമ്മൾ ഒരു ബീക്കറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ എല്ലാത്തരം എനർജി, വൈബ്രേഷൻ എനർജി ഉണ്ടാവാം, കൈനറ്റിക് എനർജി ഉണ്ടാവാം, കെമിക്കൽ എനർജി, എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജിയെ പറയുന്ന പേരാണ് എന്താ വിളിക്കുന്ന പേര്? ഇന്റേണൽ എനർജി. ഇറ്റ് ഈസ് ദി സം ഓഫ് all types of energy possessed by a system. ഇനി അടുത്ത് പറയുന്നത് ഇതൊരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്.
ദെൻ ഓക്കെ, എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ഇത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ മോളിക്യൂളിന്റെയും എല്ലാ തരം എനർജി കൂടി ആഡ് ചെയ്താണത്. അപ്പൊ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ നമ്മൾ പറയുന്നത് ഇപ്പോൾ റിയാക്ടൻസ്, ഇതൊരു റിയാക്ഷൻ, ഇത് റിയാക്ടന്റ് R, ഇതൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ, ഒരു പ്രോസസ് നടക്കുകയാണെങ്കിൽ ഇത് സ്റ്റേറ്റ് 1, ഇത് സ്റ്റേറ്റ് 2 എന്തെങ്കിലും ആവട്ടെ. ഇനീഷ്യൽ, ഇത് ഇനീഷ്യൽ ആകാം, ഇത് ഫൈനൽ ആകാം. ഫൈനൽ. ഓക്കെ, ഇവിടെ ഇയാളെ ഇന്റേണൽ എനർജി U1 ആണെങ്കിൽ ഇയാളെ ഇന്റേണൽ എനർജി U2 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. സോ അത് ഇനീഷ്യലിനെയും ഫൈനലിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ ഡെൽറ്റ U ഈക്വൽ ടു U2 മൈനസ് U1 എന്നാണ് കിട്ടുക. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് ഡെൽറ്റ U is equal to U2 മൈനസ് U1. ഇനീഷ്യലിനെയും ഫൈനലിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എല്ലാത്തരം എനർജി കൂടി ആഡ് ചെയ്തതാണ്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പിന്നെ അടുത്ത് പറയുന്നത് ഇന്റേണൽ എനർജി കനോട്ട് ബി കാൽക്കുലേറ്റഡ്. കനോട്ട് ബി കാൽക്കുലേറ്റഡ്. ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റൂല. കനോട്ട് ബി മെഷേർഡ്. ഇന്റേണൽ എനർജി കനോട്ട് ബി മെഷേർഡ്, ബട്ട് വി ക്യാൻ മെഷർ ഡെൽറ്റ U. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. എന്താ മെഷർ ചെയ്യാൻ പറ്റാത്തത്? ആബ്സല്യൂട്ട് ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം കണ്ടുപിടിക്കാൻ പറ്റൂല. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ഒരു പ്രോസസ്സിലുള്ള ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാം. നമുക്കതൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിന്റെ പേരാണ് ബോംബ് കലോറിമീറ്റർ. ബോംബ് കലോറിമീറ്റർ. നിങ്ങളിത് പഠിച്ചാൽ മതി. ബോംബ് കലോറിമീറ്റർ. എങ്ങനെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാം? ബൈ യൂസിങ് ബോംബ് കലോറിമീറ്റർ. ഞാൻ ഒന്നുകൂടി പറയാം. ഓരോ സിസ്റ്റത്തിനുള്ള എല്ലാ തരം എനർജി കൂടി ആഡ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ദെൻ ഒരു ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം കനോട്ട് ബി കാൽക്കുലേറ്റഡ്. വി ക്യാൻ കാൽക്കുലേറ്റ് ഓൺലി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? കലോറിമീറ്റർ. കലോറിമീറ്റർ അല്ല, ബോംബ് കലോറിമീറ്റർ. ക്ലിയർ അല്ലേ ഇത്? ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കാം. ഇപ്പൊ നമുക്ക് ബാക്കി ഫോക്കസ് പോയിന്റിലേക്ക് നോക്കാം. എന്താണ് ഇന്റേണൽ എനർജി എന്ന് പഠിച്ചേക്കുക. ഓക്കെ മക്കള് ശ്രദ്ധിക്കണേ. ഇന്റേണൽ എനർജി എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം എങ്ങനെയൊക്കെ മാറ്റം വരിക എന്നുള്ളതാണ്. 3 തരത്തിൽ മാറ്റം വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ എനർജി എങ്ങനെയൊക്കെ മാറ്റം വരിക? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനർജി കൂടും, അല്ലെ? വർക്ക് ചെയ്യുമ്പോൾ എനർജി കുറയും, അങ്ങനെയൊക്കെയല്ലേ ഉള്ളത്. അതേപോലെ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ മൂന്ന് രൂപത്തിലാണ്. ഒന്ന് ഹീറ്റ് ചേഞ്ച്, ഒന്നാമത്തത് ഹീറ്റ് ചേഞ്ച്. രണ്ടാമത് വർക്ക് ഡൺ. മൂന്നാമത്തത് മാറ്ററിന്റെ എക്സ്ചേഞ്ച്. അത് നമുക്ക് കാര്യമായിട്ട് എടുക്കണ്ട. മാറ്ററിന്റെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിവിടെ ബീക്കറിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഗ്യാസോ സോൾട്ട് എന്തെങ്കിലും ആവട്ടെ. ഞാൻ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ കുറച്ച് ഇവിടുന്നാണ്ട് എടുത്തിട്ടാൽ മതി. പുറത്തേക്ക് ഇട്ടാൽ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്താൽ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. അപ്പൊ മാറ്ററിന്റെ എക്സ്ചേഞ്ച്. ഓക്കെ, അത് വേണ്ട. തൽക്കാലം നമുക്ക് ഈ 2 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒന്ന് ഹീറ്റ് ചേഞ്ചും രണ്ടാമത് വർക്കും. ഹീറ്റ് ചേഞ്ചിനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു Q എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. Q. എപ്പോഴാണ് ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുക? എപ്പോഴാണ് ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുക? ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഇതൊരു ചൂടുള്ള വെള്ളമാണ്. പുറത്ത് ചൂട് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതൊരു 50 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 100 ഡിഗ്രി തിളക്കുന്ന വെള്ളമാണ്. അതിങ്ങനെ വെറുതെ തുറന്നു വെച്ചാൽ അതെന്ത് ചെയ്യും? ഇങ്ങനെ ഹീറ്റ് പുറത്തേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യും അല്ലേ? ഇവിടെ 25 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എപ്പോഴാണ് ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുക? സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. ഇവിടെ 50 ഡിഗ്രി സെൽഷ്യസും ഇവിടെ 25 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഹീറ്റ് വരും. ഇവിടെ പുറത്ത് 50 ഡിഗ്രിയും ഇവിടെ 10 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങോട്ട് ഹീറ്റ് റിലീസ്, ഇങ്ങോട്ട് ഹീറ്റ് ചേഞ്ച് വരും. മനസ്സിലാവണില്ലേ അത്? അപ്പൊ എപ്പോഴാണ് ഹീറ്റ് ചേഞ്ച് വരിക? when there is a temperature difference between, ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം ആരൊക്കെ തമ്മിൽ? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോഴാണ് ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുക. എപ്പോഴാണ് ഹീറ്റ് ചേഞ്ച് ഉണ്ടാവുക? ഇഫ് ദർ ഇസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഇനി
തെർമോഡൈനാമിക്സിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. കിട്ടുന്നതൊക്കെ പോസിറ്റീവും കൊടുക്കുന്നതൊക്കെ നെഗറ്റീവാണ്. ഇങ്ങോട്ട് കിട്ടിയാൽ പോസിറ്റീവ്, കൊടുത്താൽ നെഗറ്റീവ്. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം ആണെങ്കിൽ ക്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ട് കിട്ടുകയാണ്, അപ്പൊ ക്യൂ പോസിറ്റീവ് ആണ്. അതേസമയം ഹീറ്റ്, അപ്പൊ ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 10 ഡിഗ്രിയാണ്, ഇങ്ങോട്ട് കൊടുക്കും സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ്. അപ്പൊ നമ്മൾ പറയും അത് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്, ക്യൂ പോസിറ്റീവ് ആണ്. അതേസമയം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ എ സിസ്റ്റം, അപ്പൊ എന്തായിരിക്കും? ക്യൂ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 10 ഡിഗ്രി ആണെങ്കിൽ പുറത്തേക്ക് ഹീറ്റ് കൊടുക്കുമല്ലോ, അപ്പൊ അത് സിസ്റ്റത്തിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിരിക്കും. കിട്ടുന്നത് പോസിറ്റീവും കൊടുക്കുന്നത് നെഗറ്റീവ്. മനസ്സിലായില്ലേ? അത് ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ക്യൂ പോസിറ്റീവ്, ഹീറ്റ് റിലീസ് ചെയ്താൽ ക്യൂ നെഗറ്റീവ്. ക്ലിയർ അല്ലേ ആ കോൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ നോക്കിയേക്ക്, ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇന്റേണൽ എനർജി ചേഞ്ചിന്, ദെൻ ഹീറ്റ് ചേഞ്ച്. എന്താ ഹീറ്റ് ചേഞ്ച് എപ്പോഴാണ് ഉണ്ടാവുക? ഇഫ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, then there will be heat change takes place. When heat is absorbed by a system, Q is positive. If heat is released by or liberated by a system, then Q is negative. Clear അല്ലേ അത്? ഇനി മക്കളെ ശ്രദ്ധിക്കൂ, നമ്മൾ രണ്ടാമത്തെ മെത്തേഡ്, അതായത് ഇന്റേണൽ എനർജി ചേഞ്ചിനുള്ള രണ്ടാമത്തെ മെത്തേഡ് വർക്കാണ് നമ്മൾ പറയുന്നത്. വർക്ക് എന്താണ്? വർക്ക് എന്നുള്ളത് പല ടൈപ്പ് വർക്ക് ഉണ്ട്. മെക്കാനിക്കൽ വർക്ക് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ വർക്കൊന്നും എടുക്കുന്നില്ല. ഒരു ഗ്യാസിന്റെ കേസിൽ പ്രഷർ വോള്യൂം വർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ വർക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു സിലിണ്ടർ ഉണ്ട്, ഒരു പിസ്റ്റണും ഉണ്ട്. എന്താ ഈ സിലിണ്ടറും പിസ്റ്റണും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അവിടെ ഗ്യാസ് ഉണ്ട്. നമ്മൾ സൈക്കിളിന് കാറ്റടിക്കുന്ന ഒരു ട്യൂബില്ലേ, അത് സിലിണ്ടർ, അതിലൊരു പിസ്റ്റണും ഉണ്ട്. അത് വിചാരിച്ചാൽ മതി. അപ്പൊ ഈ ഗ്യാസ് ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ഈ പിസ്റ്റൺ താഴേക്ക് അമർത്തുകയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ, വർക്ക് ഡൺ ആണ് നമ്മൾ പറയുന്നത്. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പറയും W പോസിറ്റീവ് എന്ന് വിളിക്കും. കിട്ടുന്നതൊക്കെ പോസിറ്റീവാണ്. അതേസമയം ഈ ഗ്യാസ് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഗ്യാസ് അതിന്റെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഈ പിസ്റ്റൺ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നമ്മൾ പറയും വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. ഓൺ ദി സിസ്റ്റം അല്ല, ബൈ ദി സിസ്റ്റം ആണ്. അപ്പൊ W എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ, അയാൾ ജോലി ചെയ്യാണ്, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ എനർജി കുറയല്ലോ. സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ W നെഗറ്റീവും, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ W പോസിറ്റീവും. അത് മനസ്സിലാക്കുക കേട്ടോ. ബൈ ദി സിസ്റ്റം ആണെങ്കിൽ W നെഗറ്റീവും, ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ W പോസിറ്റീവും. ഓക്കെ, ദെൻ ഇനി ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്, അതും കൂടി ഒരു ഡെറിവേഷൻ ഉണ്ട്. അത് കാണാതെ പഠിച്ചാൽ മതി, എന്നാലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം. ഇവിടെ നോക്കിയേക്കും. ഇവിടെ നമ്മൾ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർ ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എടുക്കാം. ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഈക്വൽ ടു പ്രഷറിന്റെ ഏരിയ. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓർ P ഇൻറ്റു എ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് DL ചേഞ്ചിങ് ലെങ്ത്. അപ്പോൾ ഇവിടെ നോക്കിയേക്ക്, ഞാൻ ഈ പിസ്റ്റൺ താഴേക്ക് താഴ്ത്തുകയാണെങ്കിൽ ഇവിടെ നോക്കൂട്ടോ, താഴേക്ക് ഇങ്ങനെ താഴ്ത്തുകയാണ്, ഇവിടെ നിന്ന് താഴ്ത്തുകയാണ്. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. അപ്പൊ ഈ പിസ്റ്റൺ ഇവിടെ വന്ന് നിൽക്കുകയാണ് വിചാരിച്ചോ. പിന്നെ അപ്പൊ ഇതാണ് ചേഞ്ചിങ് ലെങ്ത് DL. അപ്പൊ ചേഞ്ചിങ് ലെങ്ത് DL ആണിത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏരിയ ഇൻറ്റു ചേഞ്ചിങ് ലെങ്ത് എന്താടാ? ഏരിയ ഇൻറ്റു ലെങ്ത് എന്താ? ഇതിന്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്താൽ ഇതിന്റെ വോള്യം ആണ്. അതേപോലെ ഇതിന്റെ ഏരിയ ഇൻറ്റു ചേഞ്ചിങ് ലെങ്ത് ചെയ്താൽ ചേഞ്ച് ഇൻ വോള്യം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു ഡെൽറ്റ V. ഓക്കെ, അപ്പൊ W സമം ഇത്രയേ ഉള്ളൂ ഇക്വേഷന്, P ഡെൽറ്റ V. ഇതാണ് ഇക്വേഷന്. മനസ്സിലായില്ലേ? ഇത് കാണാതെ പഠിച്ചാൽ മതിടാ. ദെൻ പ്രഷർ വോള്യൂം വർക്ക് W ഈക്വൽ ടു P ഡെൽറ്റ. അത് തെർമോഡൈനാമിക്സിന്റെ കോൺസെപ്റ്റ് ശരിയാവാൻ -P ഡെൽറ്റ V എന്ന് എടുക്കും. -P അങ്ങനെ എടുത്താൽ മതി. സോ വർക്ക് ഡൺ W ഈക്വൽ ടു -P ഡെൽറ്റ V. പ്രഷർ വോള്യൂം വർക്ക് W ഈക്വൽ ടു -P ഡെൽറ്റ V. ക്ലിയർ അല്ലേ അത്? അപ്പൊ ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആകുമ്പോൾ W ഈക്വൽ ടു +P ഡെൽറ്റ V എഴുതണോ? വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, നമ്മൾ W ഈക്വൽ ടു എന്താ എഴുതിയത്? -P ഡെൽറ്റ V. ഡെൽറ്റ V സമന്ത V2 - V1 ആണ്. V2 - V1 ഫൈനൽ വോള്യൂം മൈനസ് ഇനീഷ്യൽ വോള്യൂം. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ നോക്കൂ, ഇവിടെയാണ് തുടക്കത്തിൽ, അന്നേരം വോള്യൂം V1. ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ V2 കുറയാണ് ചെയ്യുക, കുറയല്ലേ? അപ്പൊ V2 - V1 എന്തായിരിക്കും? V2 ചെറുതും V1 വലുതുമാണ്. അപ്പൊ V2 - V1 എന്താണ്? നെഗറ്റീവ് ആവും.
ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടി എന്താ ഇവിടെ പ്ലസ് ആവുന്നു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആവുക, നമ്മളല്ലാതെ മാറ്റണോ അതിനെ വേണ്ട. പക്ഷെ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിലോ എങ്ങനെ സംഭവിക്കുക? ഇത് V1 ആയിരിക്കും, പിന്നെ ഇത് മുകളിലേക്ക് ഉയരല്ലേ ചെയ്യുക. അപ്പൊ V2 ഇവിടെയാണ്. V2 മൈനസ് V1 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങളെ W സമം നെഗറ്റീവ് തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഇത്രയേ ഉള്ളൂ. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ W പോസിറ്റീവും, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിൽ W എന്താണ്? നെഗറ്റീവും. പ്രഷർ വോള്യം വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? W ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലാണ് ഇന്റേണൽ എനർജിയിലെ ചേഞ്ച് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഹീറ്റ് ചേഞ്ചും രണ്ടാമത്തേതാണ് വർക്കും. ഹീറ്റ് ചേഞ്ചും രണ്ടാമത്തേതാണ് വർക്കും. ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ Q പോസിറ്റീവും, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ Q നെഗറ്റീവും. അതേപോലെ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ W പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിൽ ദെൻ W എന്താണ്? നെഗറ്റീവ്. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ Q പോസിറ്റീവ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്താൽ Q നെഗറ്റീവ്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ മക്കളെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ശ്രദ്ധിക്ക്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed. Energy can neither be created nor be destroyed. എനർജി ഉണ്ടാക്കാനും പറ്റൂല, ഉള്ളത് നശിപ്പിക്കാനും പറ്റൂല. ദെൻ ഈ ലോയുടെ പേരാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എന്താ ലോയുടെ പേരെന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിനെങ്ങനെയും പറയാറുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഈ ലോയുടെ പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നോക്കൂ, നമ്മൾ ഇതിനൊരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ U1 എന്നുള്ള ഒരു സിസ്റ്റം, U1 ഇന്റേണൽ എനർജി ഉണ്ട്. അത് Q എനർജി ഹീറ്റ് അബ്സോർബ് ചെയ്തു. അപ്പൊ അതിന്റെ ഇന്റേണൽ എനർജി എന്തായി? U1 പ്ലസ് Q. W എമൗണ്ട് വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. അപ്പൊ അതിന്റെ ഇന്റേണൽ എനർജി U2 ആയിട്ട് മാറി. കാര്യമായിട്ടൊന്നുമില്ല. U1 ഇന്റേണൽ എനർജി ഉള്ള ഒരു സിസ്റ്റം, Q എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തു, പിന്നെ W എമൗണ്ട് വർക്ക് ചെയ്തു. അതിന്റെ മുകളിൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം, അപ്പൊ U2 ആയി മാറി. സോ U2 മൈനസ് U1, അതായത് ഡെൽറ്റ U, ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് W. Then U2 minus U1 equal to Q plus W. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഡെൽറ്റ U ഈക്വൽ ടു Q പ്ലസ് W. ഇത് മാത്രം ഒരു മാർക്കിനൊക്കെ ചോദിക്കലുണ്ട്. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്നുള്ളത്? ഡെൽറ്റ U ഈക്വൽ ടു എന്താണ്? Q പ്ലസ് W. ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചേഞ്ച്, W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. ഓർ ഡെൽറ്റ U ഈക്വൽ ടു Q മൈനസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. Q മൈനസ് W സമം മൈനസ് പി ഡെൽറ്റ വി എഴുതിയില്ലേ? സോ ഡെൽറ്റ U is equal to Q മൈനസ് പി ഡെൽറ്റ വി. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. ക്ലിയർ അല്ലേ ഇത്? ഇനി ഇവിടുത്തെ ചെറിയൊരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു പ്രോസസ് നടക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോള്യം ആണെങ്കിൽ, നമ്മൾ ഐസോകോറിക് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതെന്തായിരിക്കും? ഡെൽറ്റ വി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഡെൽറ്റ U ഈക്വൽ ടു Q മൈനസ് പി ഡെൽറ്റ വി, ഇത് 0 ആയിട്ട് മാറും. അപ്പൊ QV എന്നേ ഉണ്ടാവുള്ളൂ. എന്താ V എന്ന് ഞാൻ കൊടുത്തത്? അറ്റ് കോൺസ്റ്റന്റ് വോള്യം എന്നുള്ളത്. എന്താ ഈ ടേംസ് എന്ന് പറഞ്ഞ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. മനസ്സിലായോ പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞ എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താന്ന് പറഞ്ഞു? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ഡെൽറ്റ U ഈക്വൽ ടു Q പ്ലസ് W or delta U equal to Q minus P delta V. If the process takes place at a constant volume, then delta V equal to 0, then delta U equal to QV. That is change in internal energy equal to heat change at a constant volume. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്
നമ്മൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കുന്നത് യൂസിങ് ബോംബ് കലോറിമീറ്റർ. നമ്മൾ പഠിച്ചതാണത്, നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ നമ്മൾ പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കലുണ്ട്, ഈ ഇക്വേഷനും എക്സാമിന് ചോദിക്കലുണ്ട്. ഇത് വെച്ചിട്ട് ചെറിയ പ്രോബ്ലംസും എക്സാമിന് വരാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, മനസ്സിലായല്ലോ അത്. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെയായാലും പറഞ്ഞാൽ എന്തൊക്കെയാണ്, എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം, ഓപ്പൺ, ക്ലോസ്ഡ്, ഐസൊലേറ്റഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇന്റേണൽ എനർജി എന്താണ്, എങ്ങനെയൊക്കെ ഇന്റേണൽ എനർജിയിലെ ചേഞ്ച് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.